ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം. ഇന്ന് തിരുവോണമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് തിരുവോണമായതുകൊണ്ട് ചേട്ടത്തെ പൂക്കളൊക്കെ കിള്ളി തുടങ്ങി. അമ്മ അടുക്കളയിൽ പണിയാണ്. ഇന്ന് സൺഡേയും കൂടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പണിയൊക്കെ വേഗം തീർത്തിട്ട് വേണം പള്ളിയിലൊക്കെ പോകണം. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെ ഓണം ആഘോഷിക്കുന്നത് ഇപ്രാവശ്യം അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ വേഗം പണികളൊക്കെ തീർക്കണം. അപ്പോൾ ചേട്ടയും സുജിയും കൂടെ ഞാൻ അടുക്കളയിൽ പണിയായിരുന്ന നേരത്തെ അത്തപ്പൂക്കളൊക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കൂടി കഴിഞ്ഞ് പിന്നെ അതുകെട്ടിനായിട്ടുള്ള കുറച്ച് നടത്തവും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. അവിടെയാണെങ്കിൽ കാറ്റഗറിസും പിള്ളേരുടെ വക അത്തപ്പൂക്കളത്തിന് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം നശിപ്പിക്കാനായിട്ട് അവൻ കുറേ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നിട്ടുണ്ടായില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുലകുലോട്ട് പോയി. മുലകുടി ചെന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ സാധാരണ എപ്പോഴും സാരി എടുക്കാറ്. സാരി തന്നെ എല്ലാ പ്രാവശ്യം എടുത്തെടുത്ത് മതിയായി. പിന്നെ ഒന്നാമത്തെ കാലത്ത് വെച്ചാൽ അതും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊച്ചിനൊക്കെ എടുത്തുകൊണ്ട് നടക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സാരി കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഒരു കുർത്തയൊക്കെ നമ്മളേക്കും അത് മാത്രം ഇടങ്ങനെ എടുത്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ അതുവാണെങ്കിൽ ഒരു ചുബ് പോലത്തെ ഒരു സാധനമൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യം തന്നെ സദ്യയാണ്. നമ്മൾ ഞങ്ങളെപ്പോലെ ഫുഡ് ലവേഴ്സിനൊക്കെ സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ സദ്യയിലോട്ട് ഇടുന്നു. അപ്പോൾ സദ്യയൊക്കെ വേണ്ടി എല്ലാവരും കൂടി പായൊക്കെ ഇട്ട് നിലത്തൊക്കെ ഇരുന്നു. സാധാരണ നിലത്തുനിന്ന് ഇരുന്ന് കഴിക്കാത്ത ആൾക്കാരാണ് അമ്മയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം അമ്മേനൊക്കെ നിർബന്ധം പിടിച്ച് നിലത്തൊക്കെ ഇരുത്തിച്ച് ഊണൊക്കെ വിളമ്പി വാഴലയിൽ പച്ചടികളും സാമ്പാറും കട്ടിപ്പരിപ്പും പപ്പടവും എല്ലാം കൂടി കൂട്ടിയിട്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ സദ്യയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കറികൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വെച്ചുണ്ടാക്കി, കുറച്ച് കറികൾ അവിടെ ആൻറ്റി ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും കൂടി നല്ല അടിപൊളി ഊണൊക്കെ കഴിച്ചു. പിന്നെ അതുകൂട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അവൻ എണീറ്റ് വന്നപ്പോഴേക്കും ഞങ്ങൾ ഒരുവിധം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവനൊരു ഇലയൊക്കെ ഇട്ട് കൊടുത്തു. അവൻ അതിൽ കട്ടിപ്പരിപ്പും വെച്ചിട്ട് ചോറും പപ്പടവും ഒക്കെ ഇട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ പപ്പടം അവന് ഇഷ്ടമുള്ള സാധനം അതുകൊണ്ട് അവനത് ഇടയ്ക്കിടയ്ക്ക് കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ കടിച്ചപ്പോൾ കയ്യിൽ നിന്ന് താഴെ വീണെങ്കിലും പിന്നെ അവനതെടുത്ത് കറക്റ്റായിട്ട് തന്നെ കടിച്ചൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചോറൊന്നും വരെയൊക്കെ തിന്നുന്നില്ല. ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഫോട്ടോ വെച്ചിട്ട് പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കപ്പലണ്ടി മിഠായിയൊക്കെ വാങ്ങിച്ച് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നോക്കി നടക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ വെച്ചിട്ടൊക്കെ പോയി. ഫോട്ടോ വെച്ച് ചെന്നപ്പോഴേക്കും നല്ല തിരക്കുന്നുണ്ടായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ നല്ല അമ്മാതിരി തിരക്കായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, എല്ലാവരും വീട്ടിൽ റെസ്റ്റൊക്കെ എടുത്തിരിക്കുമായിരിക്കുന്നു. ഞങ്ങളെപ്പോലെ ചിന്തിക്കുന്ന മറ്റുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിറച്ച് തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു. കച്ചവടക്കാർ മാത്രമല്ല, കുറേ ഗെയിംസൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യക്കുട്ടനായിട്ട് അവിടെ പട്ടം പറപ്പിക്കണൊക്കെ നോക്കി വായിട്ട് നോക്കി നടന്നു വെച്ചു. അവന് പട്ടം പറപ്പിക്കണ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ കുറേ നേരം അത് നോക്കി ഇരുന്ന് വെച്ചു. സുജി ഇപ്പോൾ ഗെയിംസിൻ്റെ സെക്ഷനിലോട്ടൊക്കെ പോയി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പൈസയൊക്കെ എറിഞ്ഞ് കളിക്കാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കളിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ചെക്കൻ്റെ കയ്യിൽ ഒരു സാധനം കയറി അള്ളി പിടിച്ചിരിക്കുന്നതാണ്. നോക്കിയപ്പോൾ ഇക്കുവാന. ഞാനാണെങ്കിൽ ഈ സാധനത്തിന് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ സിനിമയിലോ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാനിതിന് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമൊക്കെ കണ്ടിട്ട് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അതിനെ തൊടാനായിട്ടൊക്കെ ആണെങ്കിലും. പൈസ കൊടുത്ത് നമ്മൾ അതിൻ്റെ മേത്തൊക്കെ വെച്ച് അവർ വെച്ചൊക്കെ തരും. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കടിക്കുകയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഞാനിതിനെ എടുത്ത് മേത്തോട്ടൊന്നും വെച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സ്വീറ്റ് കോൺ കഴിക്കാൻ വേണ്ടി പോയി. ആ ചെക്കൻ്റെ ഇളക്കളി കണ്ടപ്പോൾ തന്നെ തോന്നി നല്ല ശരിക്കുണ്ടാക്കി തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ. പക്ഷേ അത് ചേട്ടക്ക് അത്ര അങ്ങോട്ട് പിടിച്ചൊന്നുമില്ല. ചേട്ടയുടെ മുഖത്ത് എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചേട്ടക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. പക്ഷേ എനിക്കും അതിനും റിയക്കൊക്കെ ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇച്ചിരി മസാലയുടെ കുറവുണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വവ്വാലൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതും വേണമെങ്കിൽ ഇതൊരു വവ്വാലിനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവനെ വവ്വാലെ കാണിച്ചു കൊടുത്തു കുറച്ചൊക്കെ. അവൻ ഇത് വവ്വാലെന്നൊരു കുറഞ്ഞൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ കാർ എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചുറ്റിക്കറങ്ങി പോകണമായിരുന്നു. ഞങ്ങൾ തിരിച്ച് നടന്ന് പിന്നെ ചുറ്റിക്കറങ്ങി പോയി കാറൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പിന്നെ പെമ്പിള്ളേരായതിൻ്റെ കുറേ സൊറയൊക്കെ പറഞ്ഞ് നടക്കാമല്ലോ. ചേട്ടൻ പിന്നെ ഫ്രണ്ടിൽ ഞങ്ങളുടെ വീഡിയോ എടുത്ത് നടന്നു വെച്ചു. അതുകൂടെ തന്നെ പിന്നെ സുജി എടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ കാര്യം എനിക്ക് നോക്കേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണം. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു കിട്ടി. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.